ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വളരെ ഈസിയായി ചേർക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാലക്ക കൊണ്ടാണ് നമ്മൾ തോരൻ ചെയ്തെടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാലക്ക എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുക്കായി വരുന്ന സമയത്താണ് ബാക്കി തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് കൈവച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി തോരൻ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലക്കിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വരും. നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ തേങ്ങ ഇതുപോലെ അല്ലാണ്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്സിയിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവാളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, പാലക്കിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാലക്കൊക്കെ ഇവിടെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇവിടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വലിയ താല്പര്യം ഇല്ലെങ്കിൽ അധികം ചേർത്ത് കൊടുക്കണമെന്നില്ല. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന പാലക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.